കർണാടക ധർമ്മസ്ഥലയിൽ മൃതദേഹം കൂട്ടമായി കുഴിച്ചുമൂടിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമെ പുരുഷന്മാരെയും കുഴിച്ചിട്ടെന്ന മുൻ ക്ഷേത്ര ജീവനക്കാരൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന് സമീപത്തെ കാട്ടിൽ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 1994 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 100-ലേറെ മൃതദേഹം താൻ കുഴിച്ചിട്ടെന്നാണ് ക്ഷേത്ര ജീവനക്കാരന്റെ മൊഴി. പലപ്പോഴും ഭീഷണിപ്പെടുത്തിയാണ് സംസ്കാരം നടത്തിച്ചത്. കാടിനുള്ളിൽ കുഴിയെടുക്കാൻ മാനേജർ വിളിച്ചു പറയും. പിന്നീട് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് പതിവ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരുടെയും വസ്ത്രമില്ലാത്ത മൃതദേഹം കുഴിച്ചുമൂടിയിട്ടുണ്ട്. ലോഡ്ജിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവും കാട്ടിൽ കുഴിച്ചുമൂടിയിട്ടുണ്ട്. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാരും ലോഡ്ജിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. DIG അനുച്ഛേദന നിർദ്ദേശപ്രകാരം DCP ജിതേന്ദ്രകുമാറാണ് മൊഴിയെടുപ്പ് നടത്തിയത്. ജീവനക്കാരൻ മൊഴി മാറ്റാൻ സാധ്യതയുള്ളതിനാൽ മൊഴി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വെളിപ്പെടുത്തലിൽ സത്യമുണ്ടോ എന്നറിയാൻ ജീവനക്കാരൻ പറഞ്ഞ പ്രധാന സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിക്കും. ആവശ്യമെങ്കിൽ ജീവനക്കാരനെയും സ്ഥലത്തെത്തിക്കും. അതിനു മുൻപ് അന്വേഷണ ചുമതലയുള്ള DGP പ്രണബ് മൊഹന്തിയുമായി സംഘം കൂടിയാലോചന നടത്തും. കുഴിയെടുത്തുള്ള പരിശോധനയ്ക്കൊപ്പം ആളുകൾ കാണാതായെന്ന പരാതികളിൽ DNA സാമ്പിളുകൾ എടുക്കുന്ന നടപടിയും പൂർത്തിയാക്കും. ഒപ്പം കൂടുതൽ പരാതികളുണ്ടോ എന്നും പരിശോധിക്കും. കോടതി ഇടപെട്ട വിഷയമായതിനാൽ എല്ലാ വശവും പരിശോധിച്ച ശേഷമാകും തുടർ നടപടി. ന്യൂസ് മലയാളം, മംഗലാപുരം.